നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ച് മന്ത്രി കെ രാജൻ യോഗം വിളിച്ച് നിർദ്ദേശങ്ങൾ നൽകി. രാജീവ് ഗാന്ധിയുടെ 34ാം രക്തസാക്ഷിത്വ ദിനാചരണം DCC ഓഫീസിൽ മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എന്റെ കേരളം പ്രദർശന വിപണന മേള തുടികുട്ടിയും നന്ദുണി മീട്ടിയും 3 ദിനങ്ങൾ പിന്നിട്ടു. UDF ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി കരുദിന റാലിയും പൊതുയോഗവും മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ സംഘടിപ്പിച്ചു. ഒല്ലൂർ കുറിച്ചിറയിൽ പിക്കപ്പ് വാനിൽ കടത്താൻ ശ്രമിച്ച 1575 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് ഇന്റലിജൻസ് സംഘം പിടികൂടി. വാർത്തകൾ വിശദമായി. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വിളിച്ചു ചേർത്ത ഒല്ലൂർ മണ്ഡലം തലയോഗം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. മഴക്കാല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച നടത്തുകയും കാര്യങ്ങൾ നടപ്പിലാക്കാൻ ആവശ്യമായ നിർദ്ദേശം മന്ത്രി നൽകി. മടക്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാമോഹൻ, പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR സുരേഷ് ബാബു, മാടക്കത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, ബ്ലോക്ക് സെക്രട്ടറി സന്തോഷ് എന്നിവർ പങ്കെടുത്തു. ദേശീയപാതയുടെ ഭാഗമായി ചിന്തന കമ്മീഷനോട് പറഞ്ഞിട്ടുണ്ട്. 23-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട യോഗം തന്നെ വിളിച്ചു ചേർത്തു. നമ്മുടെ മണ്ഡലത്തിനകത്ത് വരുന്ന മുടിക്കോട് അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്, കല്ലിടിക്കൽ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് വാണിയമ്പാറയിലെ കുളവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ ഈ മരത്താക്കലെത്തുന്നത് വരെയുള്ള വിവിധങ്ങളായ പ്രദേശങ്ങളിൽ ദേശീയപാതയുടെ കുഴപ്പങ്ങൾ വളരെ ഗൗരവമായി നമ്മൾ കാണുന്നത്. ഈ സുഖം ഉണ്ടാകില്ല മഴവെള്ളം വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ദേശീയപാത, PWD, ARF ഇത്രയും നമ്മുടെ മണ്ഡലത്തിലുണ്ട്, KSTP നമ്മുടെ മണ്ഡലത്തിലുണ്ട്, LSTDയുടെ റോഡ് നമ്മൾ ഇക്കാര്യങ്ങളിൽ നല്ലതുപോലെ വ്യക്തത വരുത്തേണ്ട നടപടിക്രമങ്ങൾ നമ്മൾ നടത്തുന്നു. ഗ്രാമീണ റോഡ് പ്രവർത്തന വികസിത ഭാരതത്തിന് വാതിൽ തുറന്നുകൊടുത്തത് രാജീവ് ഗാന്ധി എന്ന മുൻ MLA തേറമ്പിൽ രാമകൃഷ്ണൻ. ടെലികമ്മ്യൂണിക്കേഷൻ, IT തുടങ്ങിയ യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന സംരംഭങ്ങളിലൂടെ 21ാം നൂറ്റാണ്ടിലേക്ക് ചെറുപ്പക്കാരെ കൈപിടിച്ചുയർത്താൻ രാജീവ് ഗാന്ധിക്ക് സാധിച്ചു. വോട്ടവകാശം 18 വയസ്സാക്കി നൽകിയതിലൂടെ ചെറുപ്പക്കാരുടെ ശബ്ദം ജനാധിപത്യത്തിന്റെ ഭാഗമാക്കിയ നേതാവാണ് രാജീവ് ഗാന്ധി. അദ്ദേഹത്തെ വിസ്മരിച്ച് രാജ്യത്തിന് മുന്നോട്ടു പോകാനാവില്ലെന്ന് തേറമ്പിൽ രാമകൃഷ്ണൻ പറഞ്ഞു. രാജീവ് ഗാന്ധിയുടെ 34ാം രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി DCC ഓഫീസിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന അർപ്പിച്ചുകൊണ്ട് നടന്ന ചടങ്ങിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ജോസ് വള്ളൂർ, TV ചന്ദ്രമോഹൻ, ജോസഫ് ചാലിശ്ശേരി, സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, CC ശ്രീകുമാർ, KB ശശികുമാർ, IP പോൾ, KK ബാബു, KH ഉസ്മാൻ ഖാൻ, KV ദാസൻ, രാജൻ പല്ലൻ, അഡ്വക്കേറ്റ് സിജു കടവിൽ, ബൈജു വർഗീസ്, സജീവൻ കുര്യച്ചിറ, സുബി ബാബു, MS ശിവരാമകൃഷ്ണൻ, P ശിവശങ്കരൻ, രവി ജോസ് താണിക്കൽ, CA സെബാസ്റ്റ്യൻ, സന്തോഷ് ഐത്താടൻ, KP രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ 34ാം ചരമവാർഷികം മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ വെച്ച് അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മണ്ണുത്തി മണ്ഡലം പ്രസിഡന്റ് MU മുത്തു ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ ഭാസ്കരൻ K മാധവൻ, ബേബി പാലോലിക്കൽ, ജോണി അരിമ്പൂർ, CJ രാജേഷ്, ഷാഹുൽ, രാജൻ സണ്ണി, സഫിയ ജമാൽ, ഫിലോമിന ജോസ്, പ്രദീപ് VS, VR രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. എന്റെ കേരളം മെഗാ പ്രദർശന വിപണനമേള തുടികുട്ടിയും നന്ദുണി മീട്ടിയും 3ാം ദിനം പിന്നിട്ടു. എന്റെ കേരളം മെഗാ പ്രദർശന വിപണനമേള 3ാം ദിനം പിന്നിടുമ്പോൾ തുടികുട്ടിയും നന്ദുണി മീട്ടിയും കേരളീയ അനുഷ്ഠാന കലകളുടെ സംഗമവേദിയായി മാറി തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണർ.
നന്ദുണിപ്പാട്ട്, തുടിപ്പാട്ട്, തോട്ടിപ്പാട്ട്, പുള്ളുവൻപാട്ട് തുടങ്ങി കേരളീയ തനത് കലകളുടെ അവതരണമായിരുന്നു 3-ാം ദിവസത്തിൽ അരങ്ങേറിയത്. തൃശൂർ ഹാർമണി മ്യൂസിക് ബാൻഡാണ് ഈ തനത് കലകളെ വേദിയിലെത്തിച്ചത്. ഓരോ കലാ അവതരണത്തോടുമൊപ്പം അതത് കലകളെക്കുറിച്ചുള്ള വിവരണം കൂടി വന്നതോടെ ആസ്വാദകർക്ക് കലകളെ അറിയുന്നതിനും കേൾക്കുന്നതിനുമുള്ള അവസരമൊരുങ്ങി. ആദിവാസി സമൂഹത്തിൽ കാട്ടുനായ്ക്കർ വിഭാഗത്തിലെ സ്ത്രീകൾ ജനന മരണ സന്ദർഭങ്ങളിൽ പാടുന്ന തോട്ടിപ്പാട്ട് ആസ്വാദകർക്ക് നവ്യാനുഭവമായി. പുള്ളുവൻപാട്ടും തുടികൊട്ടിപ്പാട്ടും ആസ്വാദകർക്ക് ഗൃഹാതുരത്വമേകി. ജോഠാരെ, ബുരൂട്ടെ, ദമ്പട്ടെ, തുടി, പുള്ളുവൻകൂടം, നന്ദുണി, കുഴിത്താളം, ഇടംതല, വലംതല, ചെണ്ട തുടങ്ങിയ വാദ്യങ്ങളുടെ അകമ്പടിയോടെ പഴമയുടെ പ്രൗഢി നിലനിർത്തി അവതരിപ്പിച്ച പാട്ടുകളെ ആസ്വാദകർ കയ്യടികളോടെയാണ് സ്വീകരിച്ചത്. കൃഷ്ണ, അനശ്വര, ദേവിക, അനാമിക, സാന്ദ്ര, അതുൽ കൃഷ്ണ, ഉമാശങ്കർ, ദേവിക ഗിരിധരൻ, അഭിജിത് സേതു, രമർത്ത് രാമൻ, ഷാലു തുടങ്ങിയവരാണ് കലാവതരണവുമായി വേദിയിൽ നിറഞ്ഞാടിയത്. ഏപ്രിൽ 30-ന് മുൻപ് വലിയ തോടുകളിലെയും ചെറിയ കാനകളിലെയും മണ്ണും പായലും ചെളിയും തടസ്സങ്ങളും നീക്കി തോടുകൾ ശുചീകരിക്കുമെന്ന് കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ കോർപ്പറേഷൻ ഭരണസമിതി നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ. തോടുകൾ വൃത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൗൺസിലർമാർ മേയറുടെ ചേംബറിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. കളക്ടറുടെ ചേംബറിൽ 3 മന്ത്രിമാരും മേയറും MLAയും മറ്റ് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗത്തിൽ ഏപ്രിൽ 30-ന് മുൻപ് തോടുകൾ ശുചീകരിക്കുന്ന പ്രവൃത്തികൾ പൂർത്തീകരിക്കുമെന്ന് തീരുമാനമെടുത്തിരുന്നു. ആ തീരുമാനം പാഴ്വാക്കായി പോയെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കാലവർഷം നേരത്തെ ആരംഭിക്കുമെന്ന സൂചനകൾ ലഭിച്ചിട്ടും തോട് ശുചീകരണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ട് പോലുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു.
ആയിരക്കണക്കിന് താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറാൻ സാധ്യതയുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കോർപ്പറേഷൻ LDF ഭരണസമിതിക്ക് ഒഴിഞ്ഞു മാറുവാൻ സാധിക്കില്ലെന്നും രാജൻ ജെ പല്ലൻ പറഞ്ഞു. തോട് വൃത്തിയാക്കാത്തത് മൂലം കഴിഞ്ഞ വർഷം ഉയർന്ന പ്രദേശങ്ങളിൽ പോലും വെള്ളം കയറി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും ആ പാഠം ഉൾക്കൊണ്ട് ഈ വർഷമെങ്കിലും മുൻകൂട്ടി തോടുകളും കാനകളും വൃത്തിയാക്കാത്തത് തൃശൂർ ജനതയോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. 1988 ഇക്കണ്ടവാരി റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുത്തതിലെ തുക ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ തവണയായി കൊടുക്കുവാൻ തീരുമാനിച്ചിരുന്ന തുക ഒറ്റത്തവണയായി കൊടുത്താൽ 15% പലിശ ഒഴിവാക്കി തരുമെന്ന് കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിച്ച് 2,05,00,000 രൂപ ഒറ്റത്തവണയായി നൽകുവാൻ ശ്രമിക്കുന്നത് വൻ അഴിമതിയാണെന്നും പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ആരോപിച്ചു. തൃശൂർ കോർപ്പറേഷനിൽ നിയമവിരുദ്ധമായി CPM DYFI പ്രവർത്തകരെ പിൻവാതിലൂടെ താൽക്കാലികമായി നിയമിച്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെയും പൊതുജനങ്ങളെയും വിഡ്ഢിവേഷം കെട്ടിക്കുന്ന ഒന്നാണ് കോർപ്പറേഷൻ തല തൊഴിൽമേളയെന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. ഇന്ന് നടന്ന കൗൺസിൽ യോഗത്തിൽ നിന്നും LDFിലെ 12 കൗൺസിലർമാർ പങ്കെടുത്തില്ല. പല ഭരണസമിതി അംഗങ്ങളും കോർപ്പറേഷനിൽ ഉണ്ടായിട്ടും കൗൺസിലിൽ നിന്ന് ഒഴിഞ്ഞുമാറി. ആയത് ഭരണസമിതിക്ക് തിരിച്ചടിയായി. പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, ഉപനേതാവ് EV സുനിൽരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ, സെക്രട്ടറി K രാമനാഥൻ, കൗൺസിലർമാരായ AK സുരേഷ്, വിനേഷ് തറയിൽ, സിന്ധു ആൻഡോ ചാക്കോള എന്നിവർ സംസാരിച്ചു. തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. കോർപ്പറേഷൻ തല തൊഴിൽമേള. എന്താ ലക്ഷ്യം? ലക്ഷ്യം എന്താ? കോർപ്പറേഷനിലുള്ള ജോലിയില്ലാത്തവർക്ക് ജോലി നൽകുക എന്ന ലക്ഷ്യം നല്ല ലക്ഷ്യമാണ്, എന്ന് അംഗീകരിക്കുന്നു. പക്ഷെ ഒരു കാര്യം നമ്മൾ നെഞ്ചത്ത് കഴിച്ച് പറയണം. ഈ കോർപ്പറേഷനിൽ 100 കണക്കിന് പേരെ താൽക്കാലികമായി സ്വന്തം പാർട്ടിയിലുള്ളവരെ തിരികെ കയറ്റി അവർക്ക് ജോലി കൊടുത്ത് ലക്ഷക്കണക്കിന് പേരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചില് പേര് രജിസ്റ്റർ ചെയ്തിരിക്കുമ്പോ അവർക്കൊന്നും കൊടുക്കാതെ തന്റേതായ ആളുകളെ തിരികെ കയറ്റി എല്ലാ കൗൺസിലിലും താൽക്കാലികമായി നിയമിക്കുന്ന അജണ്ട വെച്ചുകൊണ്ട് 100 ആൾക്കാരെ തിരികെ കയറ്റിയ കോർപ്പറേഷനാണ് ഇവിടെ തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. എന്ത് പ്രകസനമാണ് അരിവാണ്, എന്തൊരു പ്രകസനമാണ്. ഇതിന് ആരെയാണ് പറ്റിക്കുന്നത്? ഞാൻ നോക്കുമ്പോൾ ഇവിടെ താൽക്കാലികക്കാരെയും കരാറടിസ്ഥാനത്തിലുള്ള തൊഴിലാളികളെയും പരിശോധിച്ചു കഴിഞ്ഞാല് 600ഓളം 700ഓളം പേരാണ് ഇവിടെ താൽക്കാലികരെ നിയമിച്ചിട്ടുള്ളത്. ആ കോർപ്പറേഷനാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. തൊഴിലാളികളെ വഞ്ചിക്കുന്ന, തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നവരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തുനിന്ന് ഇവിടെ കണ്ണീരൊഴുക്കുന്നവരെ, സമയം കഴിയുന്നവരെ, ഒരു പ്രാവശ്യം പോലും 30 ദിവസത്തേക്ക് പോലും താൽക്കാലികമായി ജോലിക്ക് ലഭിക്കാൻ വേണ്ടി കരയുന്നവരെ വിഡ്ഢികളാക്കി ഇവിടെ നമ്മൾ പാർട്ടികളെയും സ്വന്തക്കാരെയും ജോലിയിൽ തിരികെ കയറ്റി തൊഴിൽമേള സംഘടിപ്പിച്ച് ഈ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ആഘോഷിക്കുകയല്ല നിങ്ങൾ ചെയ്യുന്നത്. ഈ ഇവിടുത്തെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചാൽ തൊഴിൽമേള നടത്തുന്നത്, ഈ തൊഴിൽമേള നടത്തുന്നത് എന്തൊരു വിരോധാഭാസമാണ് വേറെ ഈ LDF കൗൺസിൽ കാണിക്കുന്നത്. UDF ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിദിന റാലിയും പൊതുയോഗവും മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ നടത്തി. UDF ഒല്ലൂർ നിയോജക മണ്ഡലം ചെയർമാൻ ജോണി ചിറയത്ത് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. ഘടകകക്ഷി നേതാക്കളായ PM ഏലിയാസ്, മാർട്ടിൻ TS, DCC സെക്രട്ടറിമാരായ ML ബേബി, സജീവൻ കുര്യച്ചിറ, KN വിജയകുമാർ, KD അഭിലാഷ്, ലീലാമ്മ ടീച്ചർ, മോളി ഫ്രാൻസിസ്, മണ്ഡലം പ്രസിഡന്റുമാരായ MU മുത്തു, KP ചാക്കോച്ചൻ, ഷിനായ് സുബ്രഹ്മണ്യൻ, ആൻഡോ ചീനിക്കൽ, ജിത് ചാക്കോ, ബിന്ദു കാട്ടുങ്ങൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒല്ലൂർ കുരിയച്ചിറയിൽ എക്സൈസിന്റെ നേതൃത്വത്തിൽ വൻ സ്പിരിറ്റ് വേട്ട. പിക്കപ്പ് വാനിൽ കടത്താൻ ശ്രമിച്ച 1575 ലിറ്റർ സ്പിരിറ്റാണ് എക്സൈസ് ഇന്റലിജൻസ് സംഘം സിനിമ സ്റ്റൈലിൽ പിടികൂടിയത്. പിക്കപ്പ് വാൻ ഡ്രൈവർ വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. എക്സൈസ് ഇന്റലിജൻസ് സംഘത്തിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപം നടത്തിയ പരിശോധനയ്ക്കിടെയാണ് പിക്കപ്പ് വാൻ നിർത്താതെ പോയത്. തുടർന്ന് പിക്കപ്പ് വാനിനെ എക്സൈസ് സംഘം സ്വകാര്യ കാറിൽ പിന്തുടർന്നു. കുരിച്ചിറ സെന്റ് മേരീസ് സ്ട്രീറ്റിന് സമീപം വെച്ച് പിക്കപ്പ് വാൻ തടയാൻ ശ്രമിച്ചപ്പോൾ എക്സൈസ് ഇന്റലിജൻസ് സംഘം സഞ്ചരിച്ചിരുന്ന കാറിൽ
പിക്കപ്പ് വാൻ ഇടിപ്പിച്ച് ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമം നടത്തി. ഇതോടെ ഉദ്യോഗസ്ഥർ കാർ റോഡിൽ വട്ടം വെച്ച് നിർത്തിയതോടെ പിക്കപ്പ് വാൻ ഡ്രൈവർ വാഹനത്തിൽ നിന്നും ഇറങ്ങിയോടി. സമീപത്തെ വീട്ടിലെ മതിൽ ചാടിക്കടന്നാണ് ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടത്. ടയർ റീസോളിംഗ് സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന ചാക്കുകളുടെ അടിയിലാണ് 45 കന്നാസുകളിലായി സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത്. എക്സൈസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരായ പ്രസാദ്, ജബ്ബാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്പിരിറ്റ് പിടികൂടിയത്. KP നമ്പൂതിരീസ് ആയുർവേദിക്സ് മികച്ച സേവനത്തിന്റെ 100ാം വർഷം മെയ് 24-ന് 4 മണിക്ക് ലുലു കൺവെൻഷൻ സെന്ററിൽ വെച്ച് ആഘോഷിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ K. ഭവദാസൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. TS കല്യാണരാമൻ, ഡോക്ടർ PM വാര്യർ, ശ്രീകണ്ഠൻ നായർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. 1925-ൽ ആരംഭിച്ച സ്ഥാപനം ഇന്ന് ഓറൽ കെയർ, സ്കിൻ കെയർ, ടൂത്ത് പൗഡർ, ഹെർബൽ ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ഷാംപൂ, താളി, മൗത്ത് വാഷ്, ഫേസ് ക്രീം, ദാഹമുക്തി എന്നിങ്ങനെ 25 ഉൽപ്പന്നങ്ങൾ വിറ്റുവരുന്നു. എല്ലാ യൂണിറ്റുകളും തൊഴിലാളികളും കേരളത്തിൽ തന്നെയാണ് എന്നതും പ്രത്യേകതയായി K. ഭവദാസൻ, B. നാരായണൻ ഉണ്ണി എന്നിവർ പറഞ്ഞു. രാജ്യാന്തര ചായ ദിനത്തിൽ സജീഷിന്റെ ചായക്കടയിൽ ചായക്കൊപ്പം ബിസ്ക്കറ്റും കാപ്പി മിഠായിയും ഫ്രീ. നമ്പഴിക്കാട് സജീഷേട്ടന്റെ ചായക്കടയിലാണ് രാജ്യാന്തര ചായ ദിനത്തിൽ ചായ കുടിക്കാനെത്തുന്നവർക്കായി വേറിട്ട സമ്മാനങ്ങൾ നൽകുന്നത്. ലോക ചായ ദിനത്തിൽ പൂർവ്വ വിദ്യാർത്ഥിയായ സജീഷ് ചന്ദ്രന്റെ ചായക്കടയിലെത്തിയ സ്റ്റൈജു മാസ്റ്ററാണ് ബിസ്ക്കറ്റും കാപ്പി മിഠായിയും ശിഷ്യന് സമ്മാനമായി നൽകിയത്. ഒപ്പം ഒരു ഉപദേശവും: ഇന്ന് താങ്കളുടെ കടയിൽ വരുന്നവർക്ക് ഫ്രീയായി ബിസ്ക്കറ്റും കാപ്പി മിഠായിയും നൽകണം. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ PJ സ്റ്റൈജു ആണ് പൂർവ്വ വിദ്യാർത്ഥിയും അരുമ ശിഷ്യനുമായ സജീഷ് ചന്ദ്രനെ ലോക ചായ ദിനത്തിൽ വേറിട്ട സമ്മാനം നൽകി ആദരിച്ചത്. ഗുരുവിന്റെ ഉപദേശം സ്വീകരിച്ച സജീഷ് ചന്ദ്രൻ ലഭിച്ച ഉപഹാരങ്ങൾ തന്റെ കടയിൽ വരുന്ന അതിഥികൾക്ക് സമ്മാനമായി നൽകി മാതൃകയായി. 80ഓളം വേറിട്ട ചായകൾ നിർമ്മിച്ച് ശ്രദ്ധേയനാണ് കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ നമ്പഴിക്കാട് സ്വദേശിയായ സജീഷ് ചന്ദ്രൻ. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രശസ്തമായ സജീഷ് ഏട്ടന്റെ ചായക്കടയിലേക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ധാരാളം ചായപ്രേമികൾ വരാറുണ്ട്. സജീഷിന് പൂർണ്ണ പിന്തുണയുമായി ഭാര്യ തുളസിയും അച്ഛൻ ചന്ദ്രനും മകൻ ഘനശ്യാം എന്നിവരോടൊപ്പം സഹായിയായി സെലീന ചേച്ചിയും ചായക്കടയിൽ പ്രവർത്തിക്കുന്നു. അഭിനയത്തിലും വായനയിലും ഉന്നത നിലവാരം പുലർത്തിയിരുന്ന സജീഷിന്റെ ബിസിനസ് വളർച്ചയിൽ സന്തോഷവാനായ അധ്യാപകൻ സജീഷിന് പുസ്തകവും സമ്മാനമായി നൽകിയാണ് മടങ്ങിയത്. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്,
തൃശൂർ. വാർത്തകളിലേക്ക്. മുക്കാട്ടുകര രാജീവ് ഗാന്ധി സാംസ്കാരിക വേദി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച രാഷ്ട്രത്തിന്റെ വീരപുത്രൻ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. സ്വന്തം അമ്മ ഇന്ത്യയുടെ ഉരുക്കുവനിത ഇന്ദിര പ്രിയദർശിനി അംഗരക്ഷകരാൽ വെടിയേറ്റ് കിടന്നപ്പോൾ നിശ്ചലമായ രാജ്യത്തിന് കൈപിടിച്ചുയർത്തിയ IT വിപ്ലവം കൊണ്ടുവന്ന വോട്ടവകാശം 18 വയസ്സാക്കിയ, വനിതാ സംവരണം 33% പഞ്ചായത്തി രാജ് നടപ്പാക്കിയ ദീർഘവീക്ഷണമുള്ള യുവ പ്രധാനമന്ത്രി ശ്രീ പെരുമ്പത്തൂരിൽ ഭിന്നമായ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ബാഷ്പാഞ്ജലികൾ നേർന്നുകൊണ്ട് പുഷ്പങ്ങൾ അർപ്പിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് CD സെബീഷ്, സെക്രട്ടറി CV ഷാജു, ട്രഷറർ ജോൺ C ജോർജ്, ജൻസൺ ജോസ് കാക്കശ്ശേരി, KK ശശി, EV വിൽസൺ, ജോൺ TA, അഡോൾഫ് റാഫി എന്നിവർ നേതൃത്വം നൽകി. കോർപ്പറേഷൻ തല മെഗാ തൊഴിൽ മേള ഈ മാസം 26, 27 തീയതികളിൽ കാൽഡിയൻ സ്കൂളിൽ വെച്ച് ചേരുന്നതിന് ഇന്ന് ചേർന്ന കൗൺസിൽ ഐക്യകണ്ഠേന തീരുമാനിച്ചു. തൊഴിൽ രഹിതരായ കോർപ്പറേഷൻ പരിധിയിലുള്ളവർക്ക് തങ്ങളുടെ കഴിവിനെ അടിസ്ഥാനപ്പെടുത്തി തൊഴിൽ നൽകുക എന്നത് ഈ കൗൺസിലിന്റെ പ്രഖ്യാപിത നയമാണ്. ഇതിനായി ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിട്ടുള്ളതാണ്. സംസ്ഥാന സർക്കാരിന്റെയും തൃശൂർ കോർപ്പറേഷന്റെയും സഹകരണത്തോടെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ജില്ലാതല മെഗാ തൊഴിൽ മേള 2025 ഏപ്രിൽ 26 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടത്തിയിരുന്നു. വൻ വിജയകരമായ ഈ തൊഴിൽ മേളയുടെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ തല മെഗാ തൊഴിൽ മേള ഈ മാസം 26, 27 തീയതികളിൽ കാൽഡിയൻ സ്കൂളിൽ വെച്ച് നടത്തുന്നതിനും ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തുന്നതിനും രജിസ്ട്രേഷൻ ജനങ്ങളുടെ സൗകര്യാർത്ഥം സോണൽ ഓഫീസുകളിലും കോർപ്പറേഷന് സമീപമുള്ള ജോബ് സ്റ്റേഷനിലും സംവിധാനം ഒരുക്കുന്നതിനും ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ നടത്തുന്നതിന് 55 ഡിവിഷനുകളിലെ എല്ലാ വീടുകളിലും QR കോഡ് സഹിതമുള്ള നോട്ടീസ് വിതരണം ചെയ്യുന്നതിനും ഐക്യകണ്ഠേന കൗൺസിൽ തീരുമാനിച്ചു. മാർ തിമത്തിയോസ് ഹൈസ്കൂൾ ചേലക്കോട്ടുകര 1972-73 SSLC ബാച്ചിന്റെ 52ാം വർഷത്തെ കുടുംബസംഗമം ആഘോഷിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം വിടവാങ്ങിയ എല്ലാ അധ്യാപകർക്കും സഹപാഠികൾക്കും ആദരാഞ്ജലി അർപ്പിച്ചു. സംഗമത്തിലേക്കെത്തിയ എല്ലാവർക്കും സ്നേഹസ്വാഗതം ആശംസിച്ച് CR ആൻഡോ സംസാരിച്ചു. ക്ലാസ് ലീഡർ KR ജോസ് അധ്യക്ഷത വഹിച്ചു സംസാരിച്ചു. വർഷങ്ങൾക്ക് ശേഷം വിദേശത്തു നിന്നും വന്ന ചിലരെ കണ്ടപ്പോൾ പലർക്കും കൗതുകമായിരുന്നു. ഫ്ലക്സിൽ പ്രിന്റ് ചെയ്ത ആദ്യകാല ഫോട്ടോ നോക്കി സംഗമത്തിൽ എത്തിയവർക്കുണ്ടായ മാറ്റങ്ങൾ പറഞ്ഞ് ഓരോരുത്തരും സന്തോഷിക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് കലാപരിപാടികൾക്ക് അംസല ജോർജ്, AC കൊച്ചുമേരി, NP തോമസ്, PT മാത്യു, AS ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. നമ്മുടെ യുവജനങ്ങളടക്കമുള്ളവരെ തിന്മയിലേക്കും നാശത്തിലേക്കും നയിക്കുന്ന ലഹരി ജീവിതത്തിൽ നിന്നും മോചിപ്പിക്കാനും ഇത് വിപണനം ചെയ്യുന്നവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാനും പ്രതിജ്ഞയെടുത്തു. നമ്മുടെ വീടുകളിൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനും വർദ്ധിച്ചു വരുന്ന അന്തരീക്ഷ താപനത്തിന് ശമനം ലഭിക്കുവാൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ വൃക്ഷത്തൈ വെച്ച് പിടിപ്പിക്കുവാനും തീരുമാനിച്ചു. AL തോമസ് നന്ദി പറഞ്ഞു. ചടങ്ങുകൾക്ക് ജോയ് മൂക്കൻ, AF ജോർജ്, ജോൺസൺ കൊക്കൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാടകത്തറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളാനിക്കര ടെൻസിൽ വെച്ച് മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ മല്യത്ത് അധ്യക്ഷത വഹിച്ചു. DCC എക്സിക്യൂട്ടീവ് മെമ്പർ TS മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ NR രാധാകൃഷ്ണൻ, UY എബ്രഹാം, NS നൌഷാദ് മാസ്റ്റർ, V സുകുമാരൻ മാസ്റ്റർ, ധർമ്മരാജൻ പൂക്കാടൻ, വിചാർവേദി ജില്ലാ ചെയർമാൻ മനോജ് പുഷ്കർ, ജോയ്സൺ മേച്ചേരി, ഷിജു ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഭീകരവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയെ ആധുനികതയിലേക്ക് നയിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 34ാം രക്തസാക്ഷിത്വ വാർഷികാചരണത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വർഗീസ് വാഗയിൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എൽദോ തോമസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ PV ഹസനാർ, ജോണി ചിറ്റിലപ്പള്ളി, ജോഷി കല്ലിയൽ, PV വിനയൻ, AA അഷ്റഫ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ PS റഫീഖ്, വറീദ് ചിറ്റിലപ്പള്ളി, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സബീല IA, കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി മാരിയൽ, സേവാദൾ നിയോജക മണ്ഡലം ചെയർമാൻ ബൈജു ഐനിക്കൽ, KPCC വിചാർ വിഭാഗ് മണ്ഡൽ ചെയർമാൻ ഐസക് NJ, സേവാദൾ മണ്ഡലം ചെയർമാൻ അലോഷ്യസ് TD, ബ്ലോക്ക് സെക്രട്ടറി അനിൽകുമാർ പാറക്കൽ, ന്യൂനപക്ഷ കോൺഗ്രസ് ബ്ലോക്ക് ചെയർമാൻ കമ്മുമണി,
OBC കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിജു കെ എന്നിവർ പ്രസംഗിച്ചു. ബൂത്ത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ സണ്ണി വടക്കൂടൻ, നൌഷാദ് തെക്കുങ്കര, അബൂബക്കർ KM, ജോൺ ഉലഹന്നാൻ, വാസുദേവൻ MK, സനൽ സണ്ണി, ബിജു CM, ആന്റോ നീലങ്കാവിൽ, ഹൈദ്രോസ് ചെമ്പോട്, സുരേഷ് ഊരക്കോട്, റോയ് ജോസ് എന്നിവർ പുഷ്പാർച്ചനയ്ക്കും അനുസ്മരണ യോഗത്തിനും നേതൃത്വം നൽകി. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി മെയ് 24-ന് വോക്കത്തോൺ മാരത്തോൺ മത്സരങ്ങൾ നടത്തുമെന്ന് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അക്വാട്ടിക് കോംപ്ലക്സിൽ നിന്നും രാവിലെ 7:30-ന് ആരംഭിക്കുന്ന മിനി മാരത്തോൺ അശ്വിനി ദയ ആശുപത്രി, പവർ ഹൗസ്, പള്ളിമൂല, ചെറുമുക്ക്, പെരിങ്ങാവ്, ചെമ്പുക്കാവ്, രാമനിലയം ഇൻഡോർ സ്റ്റേഡിയം വഴി അക്വാട്ടിക് കോംപ്ലക്സിൽ സമാപിക്കും. അന്നേ ദിവസം രാവിലെ 7:30-ന് ആരംഭിക്കുന്ന വോക്കത്തോൺ തെക്കേ ഗോപുര നടയിൽ സമാപിക്കും. ജില്ലയിലെ പുരുഷ വനിതാ കായിക താരങ്ങൾ പങ്കെടുക്കും. 1, 2, 3 സ്ഥാനക്കാർക്ക് 15,000, 10,000, 7,500 രൂപ വീതം നൽകും. 10ാം സ്ഥാനം വരെയുള്ളവർക്ക് 2,000 രൂപ വീതവും നൽകും. പേരുകൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരി മെഹഫിൽ സിംഗേഴ്സ് മ്യൂസിക് ക്ലബിന്റെ പ്രഥമ ഗാനസന്ധ്യ 23-ന് വൈകിട്ട് 5:30-ന് ജയശ്രീ ഹാളിൽ വെച്ച് സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗസൽ, നാടകഗാനങ്ങൾ, പഴയ മലയാള ഗാനങ്ങൾ, മാപ്പിളപ്പാട്ടുകൾ, ഭക്തിഗാനങ്ങൾ തുടങ്ങിയ ഗാനശാഖകളിലാണ് മെഹഫിൽ സിംഗേഴ്സ് മ്യൂസിക് ക്ലബ്ബ് പരിപാടികൾ അവതരിപ്പിക്കുന്നത്. സംഗീതാസ്വാദകരുടെ കൂട്ടായ്മ രൂപപ്പെടുത്തി തിരക്ക് പിടിച്ച ജീവിതയാത്രയിലെ മാനസിക സംഘർഷം ലഘൂകരിക്കുക എന്നതാണ് മ്യൂസിക് ക്ലബിന്റെ ലക്ഷ്യം. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ മ്യൂസിക് അഫയേഴ്സ് കോർഡിനേറ്റർമാരായ VK സൈബുനിസ, KT വിജയൻ, ചീഫ് ഓർഗനൈസർ VC മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. രൂപപ്പെടുത്തി ഇപ്പോഴത്തെ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു മാനസിക സംഘർഷം ഒഴിവാക്കി സംഗീതജ്ഞരുടെ അല്ലെങ്കിൽ സംഗീതത്തെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് വടക്കാഞ്ചേരി മെഹഫിൽ സിംഗേഴ്സ് മ്യൂസിക് ക്ലബിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് കാണുന്നത്. കൂടാതെ ഗസൽ, നമ്മുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് ഗസൽ, അതുപോലെ തന്നെ പഴയ മലയാള ഗാനങ്ങൾ, പഴയ ഹിന്ദി ഗാനങ്ങൾ, തമിഴ് ഗാനങ്ങൾ, അതുപോലെ തന്നെ ഭക്തി ഗാനങ്ങൾ, മാപ്പിളപ്പാട്ടുകൾ, നാടക ഗാനങ്ങൾ, ഇത്തരം മേഖലയിൽ പ്രൊഫഷണലായിട്ട് ഒരു ട്രൂപ്പ്, ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മ്യൂസിക് ട്രൂപ്പ് ആരംഭിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. ഒപ്പം ഇതിനെ സ്നേഹിക്കുന്ന, സംഗീതത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിയെടുക്കുക എന്നതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. R. ഗണേഷ് മെമ്മോറിയൽ വിക്ടറി ITI ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 8ാമത് വാർഷികാഘോഷങ്ങൾ റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂക്കര വിക്ടറി ITIയിൽ നടന്ന ചടങ്ങിൽ വാർഷികാഘോഷവും മാഗസിൻ പ്രകാശനവും മന്ത്രി K. രാജൻ നിർവഹിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ ശ്യാമള മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ബെസ്റ്റ് ട്രെയിനിക്കുള്ള അവാർഡുകൾ ചാലക്കുടി ITI വൈസ് പ്രിൻസിപ്പൽ രാജേഷ് V. ചന്ദ്രനും ഡിസ്റ്റിങ്ഷൻ ഹോൾഡേഴ്സിനുള്ള അവാർഡുകൾ ട്രെയിനിംഗ് ഓഫീസർ MB അജിമോനും സമ്മാനിച്ചു. ട്രെയിനി ഓഫ് ദി ഇയർ അവാർഡിന് എടപ്പാൾ IT പ്രിൻസിപ്പൽ ഹരിത പ്രശാന്തും, ബെസ്റ്റ് ഇൻസ്ട്രക്ടർ അവാർഡ് വിക്ടറി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ MD പ്രശാന്ത് മേനോനും, ബെസ്റ്റ് ക്ലാസ് അവാർഡ് അഡ്മിനിസ്ട്രേറ്റർ സുനിൽ ജോസഫും വിതരണം ചെയ്തു. സർഗപ്രതിഭ അവാർഡ് ദാനം വൈസ് പ്രിൻസിപ്പൽ EV തോംസണും തുടർ വിദ്യാഭ്യാസ പരിപാടിയുടെ ഉദ്ഘാടനം ഏഴരക്കൂട്ടം പ്രസിഡന്റ് സുരേഷ് ബാബുവും നിർവഹിച്ചു. ഉല്ലൂക്കര ITI പ്രിൻസിപ്പൽ PV ചിത്രാംഗതൻ, അഡ്മിനിസ്ട്രേറ്റർ KCK സുന്ദരരാജൻ, ഗിരീഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി.
അന്യസംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുട്ടനെല്ലൂർ മേൽപ്പാലത്തിന് താഴെയാണ് 60 വയസ്സ് പ്രായം തോന്നിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാൾ തഞ്ചാവൂർ സ്വദേശിയാണെന്ന് സംശയമുണ്ട്. ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ച് മന്ത്രി കെ രാജൻ യോഗം വിളിച്ച് നിർദ്ദേശങ്ങൾ നൽകി. രാജീവ് ഗാന്ധിയുടെ 34ാം രക്തസാക്ഷിത്വ ദിനാചരണം DCC ഓഫീസിൽ മുൻ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ND കേരളം പ്രദർശന വിപണന മേള തുടികുട്ടിയും നന്ദുണിമീട്ടിയും 3 ദിനങ്ങൾ പിന്നിട്ടു. UDF ഒല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റി കരുദിന റാലിയും പൊതുയോഗവും മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ സംഘടിപ്പിച്ചു. ഒല്ലൂർ കുറിച്ചിറയിൽ പിക്കപ്പ് വാനിൽ കടത്താൻ ശ്രമിച്ച 1575 ലിറ്റർ സ്പിരിറ്റ് എക്സൈസ് ഇന്റലിജൻസ് സംഘം പിടികൂടി. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.